ഇവിടെ ഈ ചെക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലീസ് വെയിറ്റ് കഴിഞ്ഞാൽ ഇവിടെ യുവർ ഏരിയ സേഫ് ഫോർ നൗ, അത് ഇവിടെ ഗ്രീൻ ഡോട്ടിൽ ഇവിടെ കാണിക്കുന്നതിനർത്ഥം എൻ്റെ ഈ മെയിൽ ഐ ഡി വേറെ ആർക്കും ലീക്ക് ആയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മെയിൽ ഐ ഡി ആണെങ്കിലും അത് വേറെ ആർക്ക് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്കറിയാം മെയിൽ ഐ ഡി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു കീ തന്നെയാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സേഫാക്കി വെക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ. ആ വെബ്സൈറ്റിലേക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറുക. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ കയറുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് പേജ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഈ മെയിൽ ഐ ഡി മാത്രം കൊടുക്കുക. അതായത് നിങ്ങളിവിടെ പാസ്വേഡ് ഒരു കാര്യം കൊടുക്കേണ്ട. ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിമെയിൽ മാത്രമല്ല പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഈ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നിലവിലുള്ള ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മെയിൽ ഐ ഡി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു മെയിൽ ഐ ഡി ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഞാനൊരു മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞ് ഇനി ഇവിടെ ചെക്ക് നോ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മെയിൽ ഐ ഡി ഇത്തരത്തിൽ യുവർ ഏരിയ സേഫ് ഫോർ നോ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രീൻ ഡോട്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി സേഫാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പേടിയും പേടിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് യെല്ലോ അല്ലെങ്കിൽ റെഡോ അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് നല്ല സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ സ്ട്രോങ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളതിൽ നമ്പറും ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ ABCD കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഡോട്ടുകൾ ഉണ്ടാവില്ലേ, ഡോട്ട്, ഹാഷ്ടാഗ്, അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന അത്തരത്തിൽ സ്ട്രോങ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. ഷെയർ ചെയ്യാൻ മറക്കരുത്.